അസ്സലാമു വറഹമത്തുള്ള. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 നടന്ന LPSന്റെയും UPSന്റെയും ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഈ 2024 എക്സാമിന് ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അൽ ഇസ്മുൽ കാമിൽ ലി ഇബ്നു സീന. ഇബ്നു സീനയുടെ പൂർണ്ണ നാമാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സാബൂർ ഇബ്നു സഹൽ, ഓപ്ഷൻ ബി അബൂബക്കർ മുഹമ്മദ് ഇബ്നു സക്കരിയ, ഓപ്ഷൻ സി അലി ഇബ്നു അബ്ബാസ്, ഓപ്ഷൻ ഡി അബു അലി അൽ ഹുസൈൻ ഇബ്നു അബ്ദില്ല. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അബു അലി അൽ ഹുസൈൻ ഇബ്നു അബ്ദില്ല ആണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം വന്നത് +1 ടെക്സ്റ്റ് ബുക്ക് എന്നാണ്. +1 ഇബ്നു സീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ അദ്ദേഹത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം നമുക്കറിയാം തിബിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതിൽ അദ്ദേഹം എന്താണ് ഒരു ഫേമസ് ബുക്ക് രചിച്ചിട്ടുണ്ട്. അതാണ് അൽ ഖാനൂൻ ഫി തിബ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലും അദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരു ചെറിയ പാരഗ്രാഫ് ഉണ്ടായിരുന്നു. അതായത് പുതിയ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് അല്ല, പഴയ ടെക്സ്റ്റ് ബുക്ക്, ഇതിന്റെ മുന്നേ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കിലും ഇതുപോലെ തന്നെ ഇബ്നു സീനയെ കുറിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫ് ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനിൽ മുത്തർജുമുൽ മഷ്ഹൂർ അല്ലദി തർജമ റിവായത്തിൽ മഷ്ഹൂറ ഷമ്മീൻ ഇല ലുഗൽ അറബിയ. പ്രശസ്ത നോവലായിട്ടുള്ള ചെമ്മീന് അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫേമസ് ആയിട്ടുള്ള മുത്തർജിം ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് പൊതുവെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അഹമ്മദ് ബിൻ കുഞ്ഞഹമ്മദ്, ഓപ്ഷൻ ബി മുഹമ്മദ് ബിൻ മീറാൻ, ഓപ്ഷൻ സി അബ്ദുറഹ്മാൻ അൽ അരിക്കിലി, ഓപ്ഷൻ ഡി അദ്ദത്തൂർ മുഹിദ്ദീൻ അൽ ആലുവായ്. ഓക്കെ, ആൻസർ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അദ്ദത്തൂർ മുഹിദ്ദീൻ ആലുവായി ആണ് അല്ലെ. നമുക്കറിയാം അദ്ദേഹമാണ് ഈ ചെമ്മീൻ എന്നുള്ള ഒരു പ്രശസ്ത നോവൽ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ കുറിച്ചിട്ട് പ്ലസ് ടുവിലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. അദ്ദേഹത്തെ കുറിച്ചിട്ട് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജനനം, അതുപോലെ അദ്ദേഹം വഹിച്ചിട്ടുള്ള മനാസുബുകള്, അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ചിട്ട് നമുക്കറിയാം അദ്ദേഹം ആലുവയിലാണ് ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹം ജാമിഅത്തുൽ അസ്ഹറിൽ പോയിട്ട് അവിടെ നിന്നിട്ട് അദ്ദേഹം PhD ഒക്കെ നേടുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ട് അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് +1 ടെക്സ്റ്റ് ബുക്ക് എന്ന്. ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്വല്ലൽ ഇലാഹ് മിൻ മുഅല്ലഫാത്തി ഡാഷ്. ഓപ്ഷൻ എ അൽ ഖാലി മുഹമ്മദ് റമലാൻ അഷാലിയാത്തി, ഓപ്ഷൻ ബി സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ, ഓപ്ഷൻ സി സൈനുദ്ദീൻ മഖ്ദൂം അൽ സഗീർ, ഓപ്ഷൻ ഡി അൽ ഖാലി ഉമർ അലി അൽ ബലങ്കൂത്തി. സ്വല്ലൽ ഇലാഹ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അത് ആരുടെ വർക്കാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഖാലി ഉമർ അലി അൽ ബലങ്കൂത്തിയുടേതാണ് സ്വല്ലൽ ഇലാഹ്. ഇത് പൊതുവെ നമ്മൾ ഇപ്പൊ കേരള ലിറ്ററേച്ചർ, അതുപോലെ ഇന്തോ അറബിക് ഒക്കെ പഠിക്കുന്ന ഒരു ഭാഗത്ത് ഉമർ ഖാലി, അതുപോലെ തന്നെ മുഹിദ്ദീൻ ആലുവയെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് ഇവരെ കുറിച്ചിട്ടൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്വല്ലൽ ഇലാഹ് എന്നുള്ള ഈ ഒരു വർക്ക് അദ്ദേഹത്തിൻ്റെതാണ് എന്നുള്ളത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് പറഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ ഈ ഒരു സ്വല്ലൽ ഇലാഹിലെ ഒരു 4 വരികൾ അവിടെ, ഒരു 2-3-4 വരികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പുതിയ 10th ടെക്സ്റ്റ് ബുക്ക് അല്ല, പഴയ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള. ഇത് 2024 എക്സാം ആണ്. അപ്പൊ പഴയ, അതായത് ഈ വർഷമാണ് 10th ടെക്സ്റ്റ് ബുക്ക് മാറിയത്. അപ്പൊ പഴയ ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ. അൽ കലിമൽ മുഗറബ ലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ AI അറബിയിലുള്ള പദം എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ അൽ ഇൻസാനുൽ ആക്കിൽ, ഓപ്ഷൻ ബി അൽ ഇൻസാനുൽ ഇസ്തിനായി, ഓപ്ഷൻ സി അൽ ദക്കൗൽ ഇസ്തിനായി, ഓപ്ഷൻ ഡി അൽ ദക്കൗൽ മെക്കാനിക്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. അൽ ദക്കൗൽ ഇസ്തിനായി എന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പറയാ. അൽ ദക്കൗൽ ഇസ്തിനായി. ഓക്കെ, ഇത് നമുക്കൊരു ട്രാൻസ്ലേഷന്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആയിട്ടും കണക്കാക്കാം. പക്ഷേ ഈ ഒരു എന്താണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ പുതിയ ടെക്സ്റ്റ് ബുക്ക്, ഇപ്പോൾ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ലക്കൗൽ ഇസ്തിനായിയെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ഇങ്ങനെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പല ഭാഗങ്ങളിലും ലക്കൗൽ ഇസ്തിനായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 9th ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഇപ്പോൾ AI ക്യാമറക്ക് പറയുന്നത് ക്യാമറ ലക്കൗൽ ഇസ്തിനായി എന്നാണ് പറയുന്നത്.
ഓക്കെ, അതാണ് അത് ദക്കൗൽ ഇസ്തിനാഴി എന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, തഖനിയൽ മഅലൂമാത്തി തവാസുലിയ ഇബാര അൻ. തഖനിയൽ മഅലൂമാത്തി തവാസുലിയ എന്നുള്ളത് ഏതാണ്, എന്തിനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഇന്റർനെറ്റ്, ഓപ്ഷൻ ബി ICT, ഓപ്ഷൻ സി ഇൻട്രാനെറ്റ്, ഓപ്ഷൻ ഡി ഇൻഫ്രാനെറ്റ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ICT ക്കാണ് നമ്മൾ, അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതാണ് തക്കനിയത്തിൽ മഅലൂമാത്തി തവാസുലിയ എന്ന് പറയുന്നത്, ICT. അപ്പോൾ പൊതുവെ നമ്മുടെ ഹാൻഡ് ബുക്കിൽ ഇപ്പൊ ഓരോ പാഠം പഠിപ്പിക്കുമ്പോൾ ഹാൻഡ് ബുക്കിൽ ഇപ്പൊ നമുക്കറിയാം ഓരോ ആ ഒരു പാഠത്തിന്റെ മുബഹത്ത്, ഖിയം, അതുപോലെ അതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വസായിലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു വസായിലിന്റെ ഭാഗങ്ങളിൽ ആ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു ICT ഇപ്പം ഉപയോഗിച്ചിട്ട് ക്ലാസ് എടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഈ തക്കനിയൽ മാലൂമാത്തി തവാസുലിയ എന്നുള്ളതൊക്കെ പേര് അവിടെ എഴുതാറുണ്ട്. അതായത് ഇൻഫർമേഷൻ കമ്മ്യൂണിറ്റി, ഇപ്പം നമ്മളൊരു കുട്ടികൾക്ക് ഒരു പാട്ട് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പാഠത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കിപ്പം പ്രൊജക്ടറിലൊക്കെ കാണിക്കാൻ പറ്റും. അപ്പം നമ്മൾ ICT ഉപയോഗിച്ചിട്ട് ക്ലാസ് എടുത്താൽ കുറച്ചും കൂടി കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു തക്കനിയൽ മാലൂമാത്തി തവാസുലിയ എന്നുള്ളത് പൊതുവെ പറയാറുണ്ട്. ഈ ഒരു ഹാൻഡ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇങ്ങനത്തെ ട്രാൻസ്ലേഷന്റെ ഭാഗത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. പക്ഷെ ടെക്സ്റ്റ് ബുക്കിന്റെ അതുപോലെ ഹാൻഡ് ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് അരിബ് തീമാറ്റിക് എഡിറ്റിംഗ്. തീമാറ്റിക് എഡിറ്റിംഗിന്റെ അറബി എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ എ അത്തഹരീർ തർക്കീബി, ഓപ്ഷൻ ബി അത്തഹരീർ മബഹസി, ഓപ്ഷൻ സി അത്തഹരീർ ആജ്റൂമി, ഓപ്ഷൻ ഡി അത്തഹരീർ തർക്കീമി. തീമാറ്റിക് എഡിറ്റിംഗ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. തെഹരീറുൽ മബ്ഹസി. തീമാറ്റിക് എഡിറ്റിംഗിന്റെ കറക്റ്റ് അറബി എന്ന് പറയുന്നത് തെഹരീറുൽ മബ്ഹസി ആണ്. ഇത് ഹാൻഡ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള തെഹരീറുകളെ കുറിച്ച് പറയുന്നുണ്ട്. എഡിറ്റിംഗ്, തെഹരീർ എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ആണെന്നറിയാം. അതിപ്പോൾ നമ്മൾ കുട്ടികളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ ഓരോ ഓരോന്ന് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടിയിരിക്കും. അപ്പൊ അതിൽ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതിൽ തെഹരീർ തർക്കീബ് ഉണ്ട്, മബ്ഹസി ഉണ്ട്, ആജ്റൂമി ഉണ്ട്, തർക്കീമ ഉണ്ട്. അപ്പോൾ ഓരോന്നിനെയും ട്രാൻസ്ലേഷൻ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പറഞ്ഞു തരാം. അത്തഹരീർ തർക്കീബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻടാക്റ്റിക് എഡിറ്റിംഗ് ആണ്. സിൻടാക്റ്റിക് എഡിറ്റിംഗ്. ഓക്കെ. അത്തഹരീർ മൊബഹത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീമാറ്റിക് എഡിറ്റിംഗ് ആണ്. ഓപ്ഷൻ സി അത്തഹരീർ ആജ്റൂമി എന്ന് പറഞ്ഞാൽ മോർഫോളജിക്കൽ എഡിറ്റിംഗ് ആണ്. ഓപ്ഷൻ ഡി അത്തഹരീർ തർക്കീമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെല്ലിംഗ് എഡിറ്റിംഗ് ആണ്. ഓക്കെ, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ലൈസ മിൻ അത്വാറിൽ ഖിറാഅ. ഖിറാഅത്തിന്റെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഖിറാഅത്തിന്റെ ആ ഒരു സ്റ്റേജസിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അൽ ഖിറാഅത്തുൽ മുവജ്ജഹ, ഓപ്ഷൻ ബി അൽ ഖിറാഅത്തു തശാറുക്കിയ, ഓപ്ഷൻ സി അൽ ഖിറാഅത്തു സിഖാലിയ, ആൻഡ് ഓപ്ഷൻ ഡി അൽ ഖിറാഅത്തു റാഷിദ. ഇതിൽ ഏതാണ് അത്വാറുൽ ഖിറാഅയിൽ പെടാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് ഇതിൽ ഈ ഒരു അത്വാർ ഖിറായിൽ പെടാത്തത്. അൽ ഖിറാഅത്തു റാഷിദയാണ് ഈ ഒരു അത്വാർ ഖിറായിൽ പെടാത്തത്. നമുക്ക് എന്താണ് അത്വാർ ഖിറ എന്നുള്ളത് നമുക്കറിയാം. ഖിറാത്ത് അത് മൂന്നെണ്ണാണ് ഉള്ളത്. അൽ ഖിറാഅത്തുൽ മുവജ്ജഹ, അൽ ഖിറാഅത്തു തശാറുഖിയ, അതുപോലെ തന്നെ അൽ ഖിറാഅത്തു സിഖാലിയ. ഇത് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഹാൻഡ് ബുക്കിൽ പറയുന്ന ഒരു ഭാഗമാണ്. ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് നമുക്കിപ്പോൾ കുറച്ച് മാറിയിട്ടുള്ള പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറയുന്നുണ്ട് അത്വാറുൽ ഖിറാ. അപ്പൊ അത് മൂന്നെണ്ണാണ് ഉള്ളത് മെയിൻ ആയിട്ട്. ഒന്ന് അൽ ഖിറാൽ മുവജ്ജഹ ഉണ്ട്, അതായത് അത് ഗൈഡഡ് റീഡിംഗ് ആണ്. ഓക്കെ, ഗൈഡഡ് റീഡിംഗ് എന്നാണ് ഖിറാൽ മുവജ്ജഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇൻഡിവിജ്വൽ റീഡിംഗ് ആയിരിക്കും. അത് കുട്ടി ഇങ്ങനെ ഒന്ന് മനസ്സിലായ കാര്യങ്ങൾക്ക് ശരി മാർക്ക് ചെയ്യും. അതുപോലെ അങ്ങനെയുള്ള ആ ഒരു റീഡിംഗ് ആണ് അൽ ഖിറാൽ മുവജ്ജഹ എന്ന് പറയുന്നത്, ഗൈഡഡ് റീഡിംഗ്. രണ്ടാമത്തത് അൽ ഖിറാത്തു തശാറുക്കിയാണ്, കൊളാബറേറ്റീവ് റീഡിംഗ് ആണ്. ഇത് ഒരു കുട്ടികൾ എന്താണ് അവരൊരു ഗ്രൂപ്പിൽ ഇരുന്ന് ഒരു ഗ്രൂപ്പായി ഇരുന്നിട്ടാണ് വായിക്കുക. അപ്പൊ അവിടെ അവരെന്താണ് അവർക്ക് കിട്ടുന്ന മീനിങ്സ് ഒക്കെ അവർ ഷെയർ ചെയ്യും. അതാണ് അൽ ഖിറാത്ത് തശാറുഖി. അത് കൊളാബറേറ്റീവ് റീഡിംഗ് ആണ്, അവർ ഗ്രൂപ്പായിരുന്നു ചെയ്യുന്നതാണ്. അടുത്തത് അൽ ഖിറാഅത്ത് സെക്കാലിയാണ്, സ്കഫോൾഡഡ് റീഡിംഗ് ആണ്. അപ്പൊ നമുക്കറിയാം ഈ ഒരു സിക്കാലിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സിക്കാല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്കഫോൾഡിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു അധ്യാപകൻ ഉണ്ടാവും എന്നുള്ളതാണ്.
അപ്പൊ ഇവിടെ എന്താണ് കുട്ടികൾ അവർക്ക് എന്താണ് അത് അവര് എപ്പോഴും കുട്ടികൾ എന്ത് ചെയ്യും അവിടെ മുദരിസിനോടൊപ്പാണ്, ടീച്ചറോടൊപ്പാണ് അവർക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾ അവർ കണ്ടെത്തുന്നത്. അവിടെ ടീച്ചറുടെ ഒരു ഹെൽപ്പ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് അൽ ഖിറാ സിഖാലിയ. ഇങ്ങനെ മൂന്നെണ്ണാണ് അത്വാൽ ഖിറായിൽ പെടുന്നത്. ഓക്കെ, അൽ ഖിറാൽ മുവജ്ജഹ, അൽ ഖിറാ തശാറുക്കിയ, അൽ ഖിറാ സിഖാലിയ. ഓക്കെ, ക്ലിയർ. അതിൽ ഖിറാ മുവജ്ജഹ എന്ന് പറയുമ്പോൾ എന്താണ്, ഗൈഡഡ് റീഡിംഗ് ആണ്. അൽ ഖിറാ തശാറുക്കിയ എന്ന് പറയുമ്പോൾ കൊളാബറേറ്റീവ് റീഡിംഗ് ആണ്. അൽ ഖിറാ സിഖാലിയ എന്ന് പറയുമ്പോൾ സ്കപ്പോൾഡഡ് റീഡിംഗ് ആണ്. ഇത് മൂന്നെണ്ണാണ് അത്വാൽ ഖിറായിൽ പെടുന്നത്. ഇനി അതിൽ പെടാത്തതാണ് ഇത് അൽ ഖിറാ റാഷിദ. അപ്പൊ അൽ ഖിറാ റാഷിദ എന്ന് പറയുന്നത് നമുക്കറിയാം അബുൽ ഹസൻ അലി നദ്വിയുടെ ഒരു ഫേമസ് ബുക്കാണ്. ഓക്കെ, ഇതൊരു പുസ്തകമാണ്. ഇത് എഴുതിയത് അബുൽ ഹസൻ അലി അൻ നദ്വിയാണ്. അപ്പം അത്വാൽ ഖിറാ ആകെ മൂന്നെണ്ണേ ഉള്ളൂ, അതാണ് ഈ മൂന്നെണ്ണം. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, അത്തൗറുൽ അവൽ ഫി തദ്രീസിൽ മൻദൂം. ഒരു കവിത പഠിപ്പിക്കുമ്പോൾ അതിലെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു കുട്ടിക്ക് ഒരു കവിത പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ യുസമ്മിഉൽ മുദർരിസ് ബിനഫ്സിഹി. ഓപ്ഷൻ ബി, ഓപ്ഷൻ എ യുസ്മിഉൽ മുദർരിസ് ബിനഫ്സിഹി. ഓപ്ഷൻ ബി യസ്തമിഉൽ മുദർരിസു ബിനഫ്സിഹി. ഓപ്ഷൻ സി യസ്മഉഹു ദാരിസ് ബിനഫ്സിഹി. ഓപ്ഷൻ ഡി യസ്തമിഉൽ ദാരിസു ബിനഫ്സിഹി. അതായത് ഒരു കവിത പഠിപ്പിക്കുന്ന സമയത്ത് ഫസ്റ്റ് ആയിട്ട് അതിലെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം യുസ്മിഉൽ മുദർരിസ് ബിനഫ്സിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താണ്, അധ്യാപകൻ അത് കേൾപ്പിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അധ്യാപകൻ കുട്ടികൾക്ക് അത് കേൾപ്പിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ ബി എസ്തനുൽ മുദരിസ് ബിനഫ്സി, അധ്യാപകൻ എന്താണ് അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത്. ഓപ്ഷൻ സി യുസ്മിഉഹു ദാരിസ് ബിനഫ്സി, കുട്ടി എന്താണ് കേൾപ്പിക്കണം എന്നുള്ളതാണ്. പിന്നെ ഓപ്ഷൻ ഡി എസ്തനുൽ ദാരിസ് ബിനഫ്സി, കുട്ടി ശ്രദ്ധിച്ച് കേൾക്കണം എന്നുള്ളതാണ്. ഇതിൽ ഏതാണ് ഒരു കവിത പഠിപ്പിക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് ഹാൻഡ് ബുക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മളൊരു കവിത പഠിപ്പിക്കുന്ന ഒരു കവിതയുടെ ഭാഗത്ത് ഹാൻഡ് ബുക്കിൽ ഉണ്ടാവുന്ന ഒരു ഭാഗമാണ് എങ്ങനെയാണ് കുട്ടികളെ കവിത പഠിപ്പിക്കുക എന്നുള്ളത്. അതിലുള്ളതാണ്, അതിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. യുസ്മിഉൽ മുദർരിസു ബിനഫ്സിഹി, അതായത് ആദ്യം തന്നെ എന്താണ്, അധ്യാപകൻ അത് കേൾപ്പിക്കണം കുട്ടികളെ. അല്ലാതെ അധ്യാപകൻ കുറെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ കുട്ടി അധ്യാപകനെ കേൾപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. അധ്യാപകൻ അത് ഫസ്റ്റ് തന്നെ കുട്ടികളെ കേൾപ്പിക്കണം. നമ്മളൊരു കവിത എടുക്കുന്ന സമയത്ത് ആദ്യം എന്താണ്, ഇപ്പോൾ ഒരു ബ്ലൂടൂത്ത് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് പ്രൊജക്ടർ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, കുട്ടികൾ അത് ആദ്യം കേൾപ്പിച്ചു കൊടുക്കണം ഈ ഒരു കവിത. അതാണ് ഈ ഒരു കവിത പഠിപ്പിക്കുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഇത് ഹാൻഡ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 2024 വന്നിട്ടുള്ള ഫുൾ ടൈം അല്ലെങ്കിൽ പാർട്ട് ടൈം യു പി എസ് സിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജിൻസിയത്ത് ഷായർ സ്വാലിഹ് മഹ്മൂദ് ഹവാരി. സ്വാലിഹ് മഹ്മൂദ് ഹുവാരിയുടെ നാഷണാലിറ്റിയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഫിലസ്തീനിയുൻ, ഓപ്ഷൻ ബി ഇറാഖിയുൻ, ഓപ്ഷൻ സി സൂരിയുൻ, ഓപ്ഷൻ ഡി മിസ്രിയുൻ. അദ്ദേഹത്തിന്റെ ജിൻസിയത്ത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്വാലിഹ് മഹ്മൂദ് ഹവാരിയുടെ ജിൻസിയത്ത് ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അദ്ദേഹം ഒരു ഫിലസ്തീനി കവിയാണ്. ഓക്കെ, അപ്പൊ ഒരു അദ്ദേഹത്തിന്റെ ജിൻസിയത്ത് എന്ന് പറയുന്നത് ഫിലസ്തീനിയാണ്. സ്വാലിഹ് മഹ്മൂദ് ഹവാരി ഫിലസ്തീനിയാണ്. ഇത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്ക്, പഴയ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ അദ്ദേഹം നഷീദത്തുൽ മദ്രസ നഷീദുൽ മദ്രസ എന്നുള്ളൊരു കവിത അദ്ദേഹം എഴുതിയിരുന്നു. ആ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതയാണ്. അപ്പൊ അതിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജിൻസിയത്ത് ഫിലസ്തീനിയാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അൽ ആലിമുൽ മലൈബാരി الذي عمل مدرسا بكلية روضة العلوم العربية بالفاروق ثم عين مدرسا في كلية الطب بجامعة الأزهر. അത് ഒരു മലബാരി ആയിട്ടുള്ള ഒരു ആലിമാണ്. അദ്ദേഹം ഫറൂഖിൽ റൗത്തുൽ ഉലൂം അറബിക് കോളേജിൽ അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തെ ജാമിഅത്തുൽ അസ്ഹറിലെ മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ മുദരിസായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. ആരാണ് ഈ ഒരു വ്യക്തി, ഈ ഒരു ആലിം ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീർ. ഓപ്ഷൻ ബി ഖാലി ഉമർ അൽ ബലങ്കൂത്തി. ഓപ്ഷൻ സി ഖാലി മുഹമ്മദ് റമദാൻ അഷാലിയാത്തി. ഓപ്ഷൻ ഡി മുഹിദ്ദീൻ അൽ ആലുവാൽ.
ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മുഹിദ്ദീൻ ആലുവായി ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ട് പൊതുവെ എല്ലാ PSC ക്കും വരാറുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പൊ അദ്ദേഹത്തെ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അപ്പൊ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞത് അദ്ദേഹം ആണ് ചെമ്മീൻ എന്നുള്ള നോവൽ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഇനി ഇവിടെ നമുക്ക് പുതിയൊരു പോയിന്റ് കിട്ടി. അദ്ദേഹം എന്താണ് റൗലത്തുൽ ഉലൂം അറബിക് കോളേജിൽ അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജാമിഅത്തുൽ അസ്ഹറിലെ കുല്യത്ത് തിബ്ബിലും അദ്ദേഹത്തെ അധ്യാപകനായിട്ട് നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരു പോയിന്റ് മുഹിദ്ദീൻ ആലുവ, ഇത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു +2 ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൻ ഷാഇറുൽ മലയാളമി അല്ലദീ യുഖറഫു ബി ഷാഇറിൽ ഖുവ്വ. ഷാഇറുൽ ഖുവ്വ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കവി ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ഓപ്ഷൻ ബി ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഓപ്ഷൻ സി കുമാരനാശാൻ, ഓപ്ഷൻ ഡി സുകുമാർ കക്കാട്. ആരാണ് ഷാഇറുൽ ഖുവ്വ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ഷാഇറുൽ ഖുവ്വ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഷാഇറുൽ ഖുവ്വ എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് പഴയ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്നാണ്. ഓക്കെ, അന്ന് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പൊ പഴയ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാം അദ്ദേഹം കുറ്റിപ്പുറത്ത്, അത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്താണ് എടശ്ശേരി ഗോവിന്ദൻ നായർ ജനിക്കുന്നത്. പിന്നീട് അദ്ദേഹം അദ്ദേഹം എന്താണ് ഇൻഡിപെൻഡൻസിൽ, ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് ഷാഇറുൽ ഖുവ്വ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മൻ ഹുവ സ്വാഹിബു ഹാദിൽ അബിയാത്തി താലിയ അൻ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടുള്ള ഈ ഒരു വരിയുടെ സ്വാഹിബ് ആരാണെന്നുള്ളതാണ്. സലാമുൻ ഹാലിബ് ഷാത്തി, സലാമുൻ ഗാസിൽ അൽ ബുർദ്, അഹൂക്കും ഫിൽ മഖാസത്ത് വഇർകുൽ മൗഖിഫ് ഇന്നക്കത്ത്. ഈ ഒരു വരി ആരുടേതാണ് എന്നുള്ളതാണ്. ഇത് മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടുള്ള ഒരു വരികളാണ്. ഇത് ആരുടെ വരികളാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഖലീൽ മിത്രാൻ, ഓപ്ഷൻ ബി ഹാഫിൽ ഇബ്രാഹിം, ഓപ്ഷൻ സി അബു മാലി, ഓപ്ഷൻ ഡി അഹമ്മദ് ഷൗക്കി. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അഹമ്മദ് ഷൗക്കിയുടെ വരികളാണിത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് പഴയ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എന്നാണ്. അതായത് ഈ വർഷമാണ് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയത്. ഇപ്പൊ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. ആ ഒരു ടെക്സ്റ്റ് ബുക്കിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഗോസിലുൽ ബുർദ് എന്നുള്ളൊരു കവിതയുടെ വരികളാണ്. ഗോസിലുൽ ബുർദ് എന്നുള്ള അഹമ്മദ് ഷൗക്കിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയാണ്. ഇതിൽ അദ്ദേഹം മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു കവിതയിലെ ആദ്യത്തെ 2 വരികളാണ് ഈ ഒരു ക്വസ്റ്റ്യന് വന്നത്. ഓക്കെ, ആദ്യത്തെ 2 വരികളാണ് വന്നത്. ഓസിൽ ബുർദ് എന്നുള്ള കവിതയിലെ വരികളാണ്. നോട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മിൻ മുഅല്ലഫാത്തി ഷാഇർ യൂസുഫ് അൽ ഇളം. യൂസുഫ് അൽ ഇളമിന്റെ മുഅല്ലഫാത്തിൽ പെട്ടതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ മദീനത്തുൽ അഹ്ലാം, ഓപ്ഷൻ ബി ഉൻഷൂദത്തുൽ മത്തർ, ഓപ്ഷൻ സി തഹ്ത ളിലാൽ സൈത്തൂൻ, ഓപ്ഷൻ ഡി അദ്ഇയത്തു ആദാബുൽ ലിൽ ജീലിൽ മുസ്ലിം. അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്ത് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിലേതാണ് എന്നുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അദ്ഇയത്തു ആദാബുൽ ലിൽ ജീലിൽ മുസ്ലിം എന്നുള്ളതാണ് യൂസുഫ് അലമിന്റെ മുഅല്ലഫാത്തിൽ അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തിൽ പെട്ടതാണ് അദ്ഇയത്തു ആദാബുൽ ലിൽ ജീലിൽ മുസ്ലിം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ്. നമ്മുടെ പഴയ ഇതും പുതിയ ടെക്സ്റ്റ് ബുക്കത്തല്ല, പഴയ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫേമസ് വർക്കാണ് അദ്ഇയത്തു ആദാബുൽ ലിൽ ജീലിൽ മുസ്ലിം എന്നുള്ളത്. ഓക്കെ, ക്ലിയർ. അപ്പൊ നമ്മൾ ഇന്ന് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ 2024 വന്നിട്ടുള്ള എന്താണ് UPSC LPSCയിലെയും ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇൻഷാ അല്ലാ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.